കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇവിടെ യേശു കർത്താവ് ശിഷ്യന്മാരെ വിട്ടു പോകാറായപ്പോൾ ശിഷ്യന്മാർ വളരെ സങ്കടത്തിലായി, അവർ വേദനയിലായി, അവരങ്ങനെ നിരാശയിലിരിക്കുമ്പോൾ കർത്താവ് പറയുക, പിതാവ് എൻ്റെ നാമത്തിൽ ഒരു പരിശുദ്ധാത്മാവിനെ അയക്കാൻ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇങ്ങനെയാണ് പറഞ്ഞത്: ആ കാര്യസ്ഥൻ സകലതും നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. പ്രിയമുള്ളവരെ, ഇവിടെ ഉപദേശിച്ചു തരിക എന്നതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നമ്മളെ പഠിപ്പിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മളെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല അധ്യാപകനാണ് പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ, ഇന്ന് പകലും ഇന്ന് രാവിലെയും നമുക്ക് പല കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കും, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരിക്കും. അത് കർത്താവിനോട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരു അധ്യാപകൻ വന്നിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മൾ ഇരിക്കുന്നെങ്കിൽ, ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ, ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ബഹുമാനിക്കുന്നെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കറിയത്തില്ലാത്തത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവിന് അറിയത്തില്ലാത്തതൊന്നുമില്ല. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് പകലും നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പഠിപ്പിക്കുക മാത്രമല്ല, വീണ്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു; രണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയാൽ പരിശുദ്ധാത്മാവിന് കഴിയും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ രാവിലെ പല കാര്യം ചെയ്യാൻ വേണ്ടി ഓർത്തായിരിക്കും ഇറങ്ങുന്നത്. പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് മറന്നുപോയാൽ, നിങ്ങൾ വഴിക്ക് വെച്ചത് മറന്നുപോയാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും, മകനെ, മകളെ, ഇത് ചെയ്യണ്ടേ, അത് ചെയ്യണ്ടേ എന്ന് ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടന്ന് നമ്മളെ ഉപദേശിക്കുകയും നമ്മളെ വഴി നടത്തുകയും നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുള്ള സഹവാസം നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകട്ടെ. ഇന്ന് പകലും നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുള്ളതായി തീരട്ടെ. അത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതം ഏറ്റവും സക്സസ് ആക്കി തീർക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു നല്ല ജീവിതം ഇന്ന് പകൽ ഞങ്ങൾക്കുണ്ടാകണം. ഞങ്ങളെ പഠിപ്പിക്കുന്ന, ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. യേശു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകലും പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു നല്ല ജയകരമായ ജീവിതം ഇന്ന് കർത്താവ് നമുക്കെല്ലാവർക്കും തരട്ടെ. അതിനായി നമുക്ക് കാത്തിരിക്കാം, ആഗ്രഹിക്കാം. കർത്താവ് അങ്ങനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ.